ജെറിയുടെ ആൺമക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു യാത്രയുടെ ഒരു പൂർത്തീകരണം എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊരു ആക്ടറും കൊതിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ജിജോ സെബാസ്റ്റ്യൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ്റെ അടുത്തേ പോവുള്ളൂ, ഒരു വ്യാജ ഡോക്ടറിൻ്റെ അടുത്ത് പോവില്ല. പക്ഷേ തിയേറ്റർ ആക്ടർ, ഇപ്പോൾ ട്രെയിൻഡ് ആയ ഒരു ആക്ടറുടെ അടുത്ത് പറയുമ്പോഴേക്കും മോഹൻലാൽ അഭിനയം പഠിച്ചിട്ടാണോ ഇവിടെ ആക്ടറായത്. ചെറിയ ക്യാരക്ടറിന് പോലും അമൽ നീരതൊക്കെ കാണിക്കുന്ന ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അതായത് ട്രെയിൻഡ് ആക്ടർ എന്നുള്ള സാധനത്തിനെ അവർ മാനിക്കുന്നുണ്ടായിരുന്നു. വിഷമത്തോടെ പറയട്ടെ, പല നടന്മാരും ടെക്സ്റ്റ് എടുക്കുക, ലിപ്പ് കൊടുക്കുക, ഡയലോഗ് ഡെലിവറി ചെയ്ത് പോവുക, അത് ഡബ് ചെയ്യാൻ പോലും താല്പര്യം കാണിക്കാത്ത സീരിയൽ ആക്ടേഴ്സാണ്. ഈ അമ്മായിയമ്മ ക്രൂരായ അമ്മായിയമ്മ, അല്ലെങ്കിൽ മരുമകൾ ക്രൂക്കട്ടാണ്, അല്ലെങ്കിൽ മരുമകൾ ഭീകരമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും എന്താ മാറ്റിപ്പിടിക്കാത്തെന്ന് ആലോചിക്കുമ്പോൾ പോലും. പക്ഷെ മാറ്റിപ്പിടിക്കുന്ന ഒരുപാട് സീരിയൽസ് വരുന്നുണ്ട്. പക്ഷെ അതിന് മാർക്കറ്റില്ല, പബ്ലിസിറ്റി ഇല്ല, അതിന് റീച്ചും ഇല്ല. ഇപ്പോൾ ആക്ടിങ് ട്രെയിനേഴ്സിനെ കൊണ്ട് തട്ടി നടക്കാൻ നിർത്തിയില്ല. വെൽ നോൺ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോലും നമുക്കൊരു ഒരു ചെയർ പോലും കിട്ടിയിട്ടില്ല. സൂപ്പർ ഹിറ്റായ 2 സീരിയലിലെ ഹീറോസിന് വേണ്ടിയിട്ട് ഞാൻ ആക്ടിങ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. തിയേറ്റർ ഇല്ലാത്ത സ്ഥാനത്തിൽ ഒരു തിയേറ്റർ കണ്ടെത്തണം. സീരിയൽ ആക്ടിങ്ങിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ക്യാരക്ടറൈസേഷന് പ്രശ്നമുണ്ട്. ഞാൻ ആക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛിക്കും അല്ലേ? സീരിയസ്ലി ഒരു ആക്ടർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭീകരമായ ഒരു സ്ട്രഗിളാണത്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സുരേഷ് പ്രേമാണ്. സുരേഷ് പ്രേമിനോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മൾട്ടി ടാസ്കിങ്, മൾട്ടി ടാലൻറ്റഡ്, വേഴ്സറ്റൈൽ പേഴ്സണാലിറ്റി എന്നാണ് ശരിക്കും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. തിയേറ്റർ, സിനിമ, യോഗ തെറപ്പിസ്റ്റ്, ഗ്രാഫിക് ആർട്ടിസ്റ്റ്, അങ്ങനെ ഡോക്ടർ സുരേഷ് പ്രേമിൻ്റെ ഏരിയ ഇങ്ങനെ വൈഡ് സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. അതിൽ സുരേഷ് പ്രേമിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പടം ജെറിയുടെ ആൺമക്കൾ ഇപ്പോൾ റിലീസാവാൻ പോവുകയാണ്. നമ്മുടെ മിന്നാമിനിങ്ങിൽ സുരഭിയോട് മത്സരിച്ച് അഭിനയിച്ച ആക്ടർ, അതുപോലെ തന്നെ തിയേറ്ററിനെ എങ്ങനെ യോഗയുമായി കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാമെന്ന് കൃത്യമായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ, അതുപോലെ അഭിനയത്തിൻ്റെ സാധ്യതകൾ, നുവാൻസസിനെ കുറിച്ച് PhD ചെയ്ത് അങ്ങനെ ഈ ലോകം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കിടക്കുന്ന ഒരു അനന്തസാഗരമാണ് എന്ന് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരേഷ് പ്രേമിനോട് ഇന്ന് നമുക്ക് സംസാരിക്കാം. ഹലോ സുരേഷ് പ്രേം, വെൽക്കം ടു മലബാർ ജേണൽ. താങ്ക് യു സോ മച്ച്. എന്തിൻ്റെ വിശേഷം എന്ന് ചോദിക്കുന്നില്ല, സുഖമല്ലേ? സുഖം. ജെറിയുടെ ആൺമക്കളുടെ വിശേഷം പറയൂ. ജെറിയുടെ ആൺമക്കൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു യാത്രയുടെ ഒരു പൂർത്തീകരണം എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ഒരു 25 വർഷത്തെ യാത്രയുടെ ഒരു പക്ഷേ ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടറാണല്ലോ സെൻട്രൽ ക്യാരക്ടർ, ടൈറ്റിൽ ക്യാരക്ടറാണ്. അപ്പോൾ ആ ജെറിയിലേക്ക് സുരേഷ് പ്രേമാണോ ജെറി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഈ ജെറി ക്യാരക്ടറിന് ഒരുപാട് വേഴ്സറ്റാലിറ്റി ഉണ്ട്. അപ്പോൾ ആ വേഴ്സറ്റാലിറ്റിയിലേക്ക് എത്തുക എന്നുള്ളത് എൻ്റെ 25 വർഷത്തെ ജേണിയാണ്. ഒരുപക്ഷെ ഒരു സീനിയർ ഡയറക്ടർ പോലും പരിഗണിക്കാത്ത ഒരു പുതിയ ഡയറക്ടർ ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കുകയാണ്. പുള്ളിയുടെ മുന്നിലൊന്നുമില്ല, ഒരു റെഫറൻസും ഇല്ല. ഇപ്പോൾ ഒരു മിന്നാമിനിങ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളൊരു ഹീറോ സുരഭിയുടെ അഴിഞ്ഞാട്ടമായിരുന്നല്ലോ. അപ്പോൾ സുരഭിയുടെ പെർഫോമൻസിൻ്റെ ഓറയ്ക്കകത്ത് മറ്റുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങ് മുങ്ങിപ്പോയി. പക്ഷേ എല്ലാവരും നന്നായി പെർഫോം ചെയ്തൊരു സിനിമയാണ് മിന്നാമിനിങ്. പക്ഷേ സുരഭിയുടെ പെർഫോമൻസ് ഡോമിനേറ്റ് ചെയ്തപ്പോഴേക്കും എല്ലാവരുടെയും ക്യാരക്ടർ സൈഡ് ലൈൻ ചെയ്തു. അത്ര മനോഹരമായി ചെയ്തു. കാരണം ഞാൻ ആ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയി എൻ്റെ ഫേസ്ബുക്കിൽ എഴുതി സുരഭിത എന്തൊക്കെ നേടാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു റെഫറൻസ് മാത്രമേ ഉള്ളൂ ഈ നമ്മുടെ ജെറിയുടെ ആൺമക്കളുടെ ഡയറക്ടർ ജിജോയ്ക്ക് എന്നെ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം. പക്ഷേ ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു വേഴ്സറ്റാലിറ്റിയോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഭീകര സ്പേസോ ഉള്ളൊരു ക്യാരക്ടറൊന്നും അല്ല. ജസ്റ്റ് ഒന്ന് പോകുന്നു എന്നുള്ള ക്യാരക്ടർ. പക്ഷേ ഈ ജെറിയിലേക്ക് എത്തുമ്പോഴേക്കും അതൊരു വേഴ്സറ്റൈൽ ക്യാരക്ടറാണ്. ഒരു 4 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് വൈഫും മക്കളും അപരിചിതരായി തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കല്ല, വൈഫും മക്കളും ഭയങ്കര ഡിറ്റാച്ച്ഡ് ആവുകയാണ്. പുള്ളിയിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഇയാളുടെ ഒരു ഭയങ്കര മെൻ്റൽ സ്ട്രെസ് ഉണ്ട്. ഇയാളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾ ഭയങ്കര ലവ് ടുവേർഡ്സ് വൈഫാണ്. വൈഫല്ലാതെ ഇയാൾക്ക് വേറൊരു പ്ലേസ്മെൻ്റ് ഇല്ല. അങ്ങനൊരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതൊരു ആക്ടറും കൊതിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ജിജോ സെബാസ്റ്റ്യൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. അപ്പം ഞാൻ ആദ്യം ഈ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊരു ഭയങ്കര ക്യാരക്ടറാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ഞാൻ ഭയങ്കര ത്രില്ലായി. ഈ ക്യാരക്ടർ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല.
2001 ആദ്യത്തെ സിനിമ സ്വപ്നം കൊണ്ട് നിലാവാരം അപ്പൊ 2001 തൊട്ട് ഇപ്പൊ 2025 ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. 35 സിനിമ. ഇൻട്രസ്റ്റിംഗ് വേഷങ്ങളെ കുറിച്ചൊന്ന് പറയോ? ഇൻട്രസ്റ്റിംഗ് വേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ക്യാരക്ടേഴ്സാണ്. നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതും നോട്ടീസ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ചെയ്തു. ഇപ്പോൾ അതിൽ തന്നെ ട്രാഫിക് ഉണ്ട്, ഡിറ്റക്റ്റീവ് ഉണ്ട്, എല്ലാം വലിയ വലിയ ഡയറക്ടേഴ്സാണ്. അമൽ നീരദിന്റെ 2 സിനിമ ചെയ്തു. ഈ എല്ലാം വലിയ ക്യാരക്ടർ. അമൽ നീരദിന്റെ സിനിമകള് അമൽ നീരദിന്റെ 2 ക്യാരക്ടർ ചെയ്തു, 2 സിനിമയിൽ അഭിനയിച്ചു. അൻവറും ബാച്ചലർ പാർട്ടിയും ചെറിയ ക്യാരക്ടേഴ്സാണ്. പക്ഷേ അമലൊക്കെ കാണിക്കുന്ന ഒരു ചെറിയ ക്യാരക്ടറിന് പോലും അമൽ നീരദൊക്കെ കാണിക്കുന്ന ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അതായത് ട്രെയിൻഡ് ആക്ടർ എന്നുള്ള സാധനത്തിനെ അവർ മാനിക്കുന്നുണ്ടായിരുന്നു. അതിൽ ചെറിയ സീനിൽ വരുന്നുണ്ടെങ്കിൽ പോലും ഒരു ട്രെയിൻഡ് ആക്ടർ വരുന്നതിൻ്റെ പുള്ളിക്കൊരു എന്ന് വെച്ചാൽ അമൽ നീരദിന് ഒരു പ്രൈഡാണ്. അങ്ങനെ ഞാൻ അഭിനയിച്ചതാണ് അതിനകത്ത്. അല്ലാതെ അതിനകത്ത് ഡിറ്റക്റ്റീവ് ജിത്തു ജോസഫിന്റെ ഫസ്റ്റ് മൂവി, അതിനകത്ത് ഞാനൊരു നോട്ടീസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പ്രതിയിലേക്ക് എത്തുന്ന മെയിൻ ലീഡാണ്. അപ്പോൾ അതിലൊന്നും എനിക്ക് പെർഫോം ചെയ്യാനില്ല. പക്ഷെ അപ്പോഴേക്കും എൻ്റെ പെർഫോമറിനെ ഞാൻ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുക. കാരണം സ്പേസ് ഇല്ല. അപ്പോഴൊക്കെ ഞാൻ തീർക്കുന്നത് എൻ്റെ ഇത് തീർക്കുന്നത് എൻ്റെ പെർഫോമൻസ് തിയേറ്ററിലാണ്. ഒരു സിനിമയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു സ്പേസ് കിട്ടുമ്പോൾ ഞാൻ നേരെ തിയേറ്ററിൽ വരുന്നു, പിന്നെ പെർഫോം ചെയ്യുന്നു, പിന്നെ തിരിച്ച് വീണ്ടും സിനിമയിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറിലേക്ക് പോകുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മിന്നാമിന്നിങ് വരുമ്പോഴാണ് ഒരുവിധം എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ശരിക്കും കോ ആക്ടറായിട്ട് സുരഭ ഉണ്ടായപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് നല്ലോണം. അതെ, സുരഭിയുടെ ഒരു പെർഫോമൻസിന്റെ ഒരു സ്പേസ്, എന്താ പറയുക, ഒരു ഡൈനാമിസം ഉണ്ടല്ലോ. ആ ഡൈനാമിസം ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ നോക്കി നിന്നു. പ്രത്യേകിച്ച് സജഷൻ വെക്കുന്ന സമയത്ത് ഞാനൊക്കെ ഇങ്ങനെ ഈ സുരഭിയുടെ ആ ക്യാരക്ടറിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. പിന്നെ നമ്മളൊരു ആക്ടിങ് സ്റ്റുഡൻ്റ് കൂടെ ആയതുകൊണ്ട് തന്നെ പിന്നെ സുരഭി നേരത്തെ അറിയാം. സുരഭിയുടെ ടാലൻറ്റ് എന്താണെന്ന് നമുക്ക് നേരിട്ടറിയാം. നേരിട്ട് നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ സുരഭി ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ക്ലോസ്ലി എന്ന് വെച്ചാൽ 0 പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതിപ്പം നമ്മൾ മോഹൻലാലിനെ കണ്ടാലും മമ്മൂട്ടിയെ കണ്ടാലും നമ്മളറിയാതെ നമ്മളെ മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളെ ആസ് എ പെർഫോമർ ഇവരുടെ പെർഫോമൻസിന്റെ വേഴ്സറ്റാലിറ്റിയിൽ നമ്മളിങ്ങനെ ബ്ലെൻഡായി ഇങ്ങനെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ. അതിൽ നമ്മൾ തിരിച്ച് റീകോൾ ചെയ്യണം. തിരിച്ചു എന്ന് പറയണം. ആ ഒരു സാധനം ഞാൻ സുരഭിയുടെ പെർഫോമൻസിൽ കണ്ടതാണ്. സുരഭിക്ക് അവാർഡ് കിട്ടുന്നുള്ളത് ഞാൻ ഉറപ്പായിരുന്നു. ഇവിടെ സംസ്ഥാന അവാർഡ് സ്പെഷ്യൽ ജൂറി കിട്ടിയപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി. കാരണം വെച്ച് കഴിഞ്ഞാൽ സുരഭിക്ക് കിട്ടേണ്ടതായിരുന്നു അത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അത് നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴേക്കും എന്നെ സാറ്റിസ്ഫൈ ചെയ്തു. കാരണം അതിനുള്ള ക്വാളിറ്റി ഉള്ളൊരു പെർഫോമൻസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഈ 65 സീനിൽ സുരഭി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജെറിയുടെ ആൺമക്കളിൽ 70 സീനിലും ഈ ജെറിയിലൂടെയാണ് ട്രാവൽ നടക്കുന്നത്. അയാളുടെ ഇമോഷൻസിലൂടെയാണ് ഓഡിയൻസ് പോകുന്നത്. അയാൾ കരയുവാണെങ്കിൽ ചിലപ്പോൾ ഓഡിയൻസിന് കരയാം. അയാൾ ശരിക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക, ക്രൈസിസിൽ എത്തുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. വൈഫ് അല്ലാതെ വേറെ ആൾ വരുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് വൈഫിനെ സ്നേഹിക്കുന്ന എല്ലാ ഹസ്ബൻഡിനും ഇതൊരു നോട്ടീസ് ചെയ്യുന്ന ഒരു സാധനം. 2001 തൊട്ടിട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് ഒരു സൈഡിൽ സിനിമ, ഒരു സൈഡിൽ തിയേറ്റർ, അങ്ങനെയാണ്. ഒരു സൈഡിൽ സിനിമ, ഒരു സൈഡിൽ തിയേറ്റർ, ഒരു സൈഡിൽ ഗ്രാഫിക്സ്, ഒരു സൈഡിൽ ഫോട്ടോഗ്രാഫി, ഒരു സൈഡിൽ യോഗ. ശരിക്കും അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആംഗിളാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, അതേസമയം നാടകവും ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗ്രാഫിക് ഡിസൈനിങ് സ്പേസിലേക്ക് എത്തുന്നു. അതെന്തുകൊണ്ടായിരുന്നു? അത് സത്യം പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ആണ്. എന്നുവെച്ചാൽ തിയേറ്ററിൻ്റെ ഒരു ഇൻകം എന്ന് പറഞ്ഞ സാധനം നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരിക്കലും പറയാൻ പറ്റും ഇത്ര രൂപ എനിക്ക് തിയേറ്ററിലെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു ധാരണയില്ല. അപ്പോൾ നമുക്ക് ഏണിങ്സ് എന്ന് പറഞ്ഞ സാധനം വേറെ ആരുടെ മുമ്പിൽ പോയി പൈസ ചോദിച്ച് എത്ര ദിവസം നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ വൈകുന്നേരങ്ങളിൽ രാത്രി ഓവർനൈറ്റ് വർക്ക് ചെയ്ത് ഗ്രാഫിക്സ് ചെയ്തിട്ട് പ്രിൻ്റ് മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാഫിക്സാണ് മൊത്തം ചെയ്ത് അവർക്ക് ഫയൽ അയച്ചു കൊടുക്കുന്നു, അവർക്ക് ഫയൽ കൊടുക്കുന്നു, പൈസ വാങ്ങിക്കുന്നു, തിയേറ്ററിലേക്ക് പോകുന്നു. അതിൻ്റെ ഒരു ഏണിങ്സ് എന്ന് പറഞ്ഞ സാധനം ഭീകരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ എനിക്ക് PG ചെയ്യാനും MPhil ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഗ്രാഫിക്സും ഫോട്ടോഗ്രാഫിയാണ്. നാടകങ്ങളെ പറ്റി പറയുമോ? അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള. ആക്ച്വലി ഞാനത് സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു 98-ൽ PRDയുടെ ഒരു
അതായത് അഡാപ്റ്റേഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറി ആസ് എ വില്ലേജ് പ്ലേ എന്ന് പറഞ്ഞിട്ട് സംഭവത്തിലാണ് എനിക്ക് പൈസ കിട്ടിയത്. അപ്പം ഞാൻ കൂടുതലും ഷോർട്ട് സ്റ്റോറീസിനെ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സാധനമാണ് എൻ്റെ അതിൽ ഏതൊക്കെ ഷോർട്ട് സ്റ്റോറീസ് അഡാപ്റ്റ് ചെയ്ത് ഞാൻ ചെയ്തത് നമ്മുടെ ഓവിയുടെ കളത്തിരുത്ത്, OV വിജയൻ്റെ കളത്തിരുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. മകൻ എന്ന് പറഞ്ഞിട്ട് കോവിലിൻ്റെ മകൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയെ പ്ലേ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഷോർട്ട് സ്റ്റോറീസ് തന്നെയാണ്. അതിൻ്റെ പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ പ്ലേയുടെ സാധ്യതയെക്കുറിച്ച് പലപ്പോഴും ഞാനിങ്ങനെ ഷോർട്ട് സ്റ്റോറി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലൊരു തിയേറ്റർ ഇല്ല, അങ്ങനെ എടുത്തതാണ് ഞാൻ ഈ കോവിലിൻ്റെ മകൻ എന്നുള്ള സാധനത്തിനെ വായിച്ചിട്ട് ഇതിലൊരു തിയേറ്റർ ഇല്ല. പിന്നെ ഞാൻ വിചാരിച്ചു തിയേറ്റർ ഇല്ലാത്ത സാധനത്തിൽ ഒരു തിയേറ്റർ കണ്ടെത്തണം. എൻ്റെ സ്ലീപ്ലെസ് നൈറ്റുകളായിരുന്നു. ഞാനിതിനെ തലങ്ങും വിലങ്ങും വായിച്ചു. ഇതിനകത്ത് എവിടെയാണ് തിയേറ്റർ സ്പേസ് കിടക്കുന്നത്, എങ്ങനെ തിയേറ്ററിലേക്ക് അഡോപ്റ്റ് ചെയ്യാം എന്നുള്ള ഭീകരമായിട്ട് ഞാൻ ചിന്തിച്ചു. ബാക്കി എല്ലാത്തിനും മീൻസ് ഓവിയുടെ കളത്തീരത്തിന് പോലും ഒരു തിയേറ്റർ സ്പേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കാരണം അതിന് ഈസിയാണ്, അതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഭയങ്കര ഈസിയാണ്. പക്ഷേ ഈ കോവിലിൻ്റെ മകൻ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഒരു തിയേറ്റർ സ്പേസ് ഇല്ല. പക്ഷെ ഞാൻ അതിനെ എങ്ങനെ ഉണ്ടാക്കുന്നത്, ഒരുപക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളുടെ ഒരു ഇംപ്രവൈസേഷൻസ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പറയാണ്, ഞാനിത് മകൻ ചെയ്യുവാണ്, കോവിലിൻ്റെ മകൻ ഞാൻ തിയേറ്റർ പ്ലേ ആക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പക്ഷേ ഇതിനകത്ത് എവിടെ നമുക്ക് ചെയ്യാം, ഇംപ്രവൈസ് ചെയ്ത് ത്രൂ ഔട്ട് ഇംപ്രവൈസേഷൻ. അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ട് ഞാൻ ശരിക്കും അതിനകത്തൊരു തിയേറ്റർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ സ്ക്രിപ്റ്റിനെ ഇങ്ങനെ അതിനകത്ത് ചെറിയൊരു ലൈൻസ്, ഒരു പോയമുണ്ട്. അച്ഛൻ്റെ കുട്ടി പുന്നാരക്കുട്ടിക്ക് ഉറക്കം വന്നപ്പോൾ അച്ഛൻ്റെ തോളിൽ കിടന്നുറങ്ങി എന്ന് പറഞ്ഞിട്ട് കോവിലിൻ്റെ ഒരു അതിനകത്ത് ചെറിയൊരു പോയമുണ്ട്. ഈ പോയത്തിനെ തന്നെ നമ്മളൊരു മൂന്ന് ഡയമെൻഷനിലേക്ക് തന്നെ ചേഞ്ച് ചെയ്തു. ഇതിനെ അച്ഛൻ്റെ കുട്ടി പുന്നാരക്കുട്ടി ഇതിനെ ഞാൻ റിവേഴ്സ് ആപ്ലിക്ക് ചെയ്തു. അച്ഛൻ സുഖമില്ലാതെ കിടക്കുന്ന അച്ഛനെ മകൻ ചുമന്നുകൊണ്ട് ഈ പാട്ട് പാടുന്ന ഒരു സാധനത്തിലേക്ക് എത്തിച്ചു. അതൊരു തിയേറ്ററിലെ ഒരു ഭയങ്കരമായിട്ടുള്ള എൻ്റെ ഒരു ഭയങ്കര എൻ്റെ ഒരു ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള എൻ്റെ തിയേറ്റർ ഒരു സാധനത്തിൽ നിന്ന് കിട്ടിയ ഒരു ഔട്ട്പുട്ടാണ്. അത് ഭയങ്കര സിമ്പിൾ. അപ്പൊ PRDയുടെ സ്കോളർഷിപ്പ് കൊണ്ട് ചെയ്തു, പിന്നെ എവിടെയൊക്കെ പെർഫോം ചെയ്തു? അപ്പം ഞങ്ങൾ പിന്നെ ആ PRDയുടെ കൾച്ചർ മിനിസ്ട്രിയാണ്, PRD അല്ല, കൾച്ചർ മിനിസ്ട്രിയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ഷോർട്ട് സ്റ്റോറി അഡോപ്റ്റേഷൻ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെ പ്ലേയിലേക്ക് കയറി. സൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ആൽഫ്രഡ് ജാരയുടെ ഒരു സൂ സ്റ്റോറി. അത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ, കാരണം ആദ്യം ഞങ്ങൾ കുറേ ഒരു പ്രൊഡക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു 10-12 പേരെ കൂട്ടിയിട്ടൊരു പ്ലേ പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിഹേഴ്സൽ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പം പലരുടെയും, കാരണം നമ്മുടെ നാട്ടിൻപുറത്തുള്ള പിള്ളേരാണ്, അപ്പോൾ പലരും വർക്കിംഗ് ആണ്, അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പം എനിക്കിത് പെർഫോം ചെയ്തേ പറ്റും. അപ്പോൾ ഞാൻ എന്നോടൊപ്പം നിൽക്കുന്ന 2 പേരേ ഉള്ളൂ സൂ സ്റ്റോറിക്കകത്ത് 2. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നിട്ടൊരു പ്ലേ ചെയ്തു. അത് ഈ ചില നമ്മുടെ സ്ഥലങ്ങളിൽ പോയിട്ട്, ചില പാർക്കുകളിൽ പോയിട്ട് ഞങ്ങളിങ്ങനെ പെർഫോം ചെയ്ത് ഡൽഹി വരെ എത്തി. അത് ഏകദേശം ഒരു 700ഓളം സ്റ്റേജ്, ഞങ്ങൾ 700ഓളം ഏരിയ പാർക്കുകളിൽ പെർഫോം ചെയ്ത് ഡൽഹി വരെ എത്തി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ട്രാവലിലായിരുന്നു. ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ ട്രിവാൻഡ്രത്തുള്ള പാർക്കിൽ പെർഫോം ചെയ്തിട്ട് അടുത്ത പാർക്കിൽ പോയി, അവിടെ പോയിട്ട് നമ്മൾ പാട്ടപ്പിരിവ് നടത്തിയിട്ട് അടുത്ത പാർക്കിലേക്ക് പോയി. അങ്ങനെ ഒരു 700ഓളം വേദികളല്ല ഏരിയകളിൽ പെർഫോം ചെയ്ത് നമ്മൾ ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അടുത്തുവരെ പെർഫോം ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റ് പ്ലേ അല്ലാത്തൊരു ശരിക്കും ഒരു പ്രൊസീനിയം സ്റ്റേജിൽ കളിക്കുന്ന നാടകം സ്ട്രീറ്റ് പ്ലേ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം, അതൊരു ഗീവ് ആൻഡ് ടേക്കിൽ കൺവേർട്ട് ചെയ്യുമ്പം ഉള്ളൊരു എക്സ്പീരിയൻസ്. അപ്പം ഞങ്ങൾ 2 പേരും അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. ആ സൂ സ്റ്റോറിയെ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു. ഒരു സമയത്ത് ഓഡിയൻസിന് മനസ്സിലാവുന്നില്ല ഇത് തിയേറ്റർ ആണെന്നുള്ള സാധനം മനസ്സിലാവുന്നില്ല. അതിൽ നിന്ന് പതുക്കെ ഗ്രാജുവലി ഇത് തിയേറ്ററിലെ പെർഫോമൻസിലേക്ക് മാറുന്ന ഒരു സാധനമുണ്ട്. അല്ല, ജെറി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ കുറച്ചൊരു എക്സ്പ്രഷൻസും ഒക്കെ ഉള്ള കുറച്ച് എക്സാജറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിങ്ങനെ പെർഫോം ചെയ്ത് വരുന്ന സമയത്താണ് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അല്ലാതെ വെറുതെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊരു പെർഫോമൻസിലേക്ക് ഒരു ട്രാൻസിഷൻ വന്നു. അത് ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ശരിക്കും നമ്മുടെ ഒരു 10 മിനിറ്റത്തെ പെർഫോമൻസ് കഴിയുമ്പോഴാണ്. അത് കഴിയുമ്പോഴേ ആൾക്കാർ മനസ്സിലാവുന്നുണ്ട് ഇതൊരു പെർഫോമൻസ് ആണ്, ബി വെയർ എന്ന് പറഞ്ഞിട്ട് വരുന്നതും അതിൻ്റെ ഒരു ചേഞ്ച് വരും. നമുക്ക് കറക്റ്റ് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കറക്റ്റ് അറിയാം. അവരുടെ ട്രാൻസിഷൻ ഇതൊരു പെർഫോമൻസ് ആണെന്നും നേരത്തെ നടന്നത് പെർഫോമൻസ് അല്ല എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു ട്രാൻസിഷൻ നമുക്ക് അവരിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. അതൊരു ക്രേസി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് യോഗ പഠിക്കാനും യോഗ തെറപ്പിസ്റ്റ് ആവാനും ഉണ്ടായ സമയം? അതായത് നമ്മുടെ വെട്ടുകിളി പ്രകാശനാണ് ഞങ്ങളുടെ സ്കൂൾ ഡ്രാമയിൽ യോഗ പഠിപ്പിച്ചത്. യോഗ പഠിപ്പിക്കുന്ന സമയത്ത് യോഗയിൽ എന്തോ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി. കാരണം പ്രകാശേട്ടൻ പറയുമായിരുന്നു, നമ്മൾ പെർഫോമൻസിന് മുമ്പുള്ള ഒരു ഡീപ്പ് ബ്രീത്തിനും നമ്മുടെ ഒരു
വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനം. പെർഫോമൻസിന് സ്ട്രോം ബിഫോർ സൈലൻറ്റ്, കാം ബിഫോർ സൈലൻറ്റ്, സ്ട്രോം എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നമ്മൾ പെർഫോമൻസിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു മേജർ എനർജി എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ള പ്രകാശ് ചേട്ടൻ്റെ കുറേ ക്ലാസ്സുകളും ബ്രീതിങ് ടെക്നിക്സുകളും ഞങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ഇന്റൻസ് ക്യാരക്ടർ ചെയ്യണമെങ്കിൽ ഇന്റൻസ് ക്യാരക്ടർ അല്ല, എനി ക്യാരക്ടർ, ഇന്റൻസ് ഓർ നോൺ ഇന്റൻസ് ഏതോ ആവട്ടെ, നമ്മൾ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് വരുന്ന ഒരു നമുക്ക് എവിടെയും ഇപ്പൊ ഇത് തുടങ്ങുന്നതിന് മുമ്പ് പോലും ഞാൻ എന്റെ ബ്രീത്തിങ് ടെക്നിക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ പർപ്പസ്ഫുള്ളി ചെയ്ത സാധനമാണ്. അപ്പോൾ അതിലേക്ക് എത്തുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതെനിക്ക് തോന്നി ഇതെനിക്ക് ത്രൂ ഔട്ട് എടുക്കാൻ പറ്റും. തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കണം, യോഗ കുറച്ച് കൂടുതൽ മനസ്സിലാക്കി വന്നപ്പോഴേക്കും പിന്നെ വിചാരിച്ചു ഞാൻ ഡെയിലി യോഗ ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും യോഗ മസ്റ്റാക്കി എൻ്റെ കൂടെ കൂട്ടി. അപ്പോൾ കൂടെ കൂട്ടിയപ്പോഴേക്കും എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടി. പലപ്പോഴും നമ്മൾ ഈ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ റിസർച്ച് പേപ്പറിൽ എഴുതിയിട്ടുള്ള സാധനമുണ്ട്. ഒരു ആക്ടറാണെന്ന് കണ്ടെത്തുന്നത് അവനാണ്, മറ്റുള്ളവരല്ല. അവൻ ആക്ടറാണെന്ന് പ്രൂവ് ചെയ്യുന്നത് അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ആവുമ്പോഴാണ്. ഈവൻ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗായകനെ കണ്ടെത്തുന്നത് മറ്റുള്ളവരാണ്, അല്ലേ? നിൻ്റെ മകൻ പാടും, അവനെ പാട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ചെറുതായിട്ടൊരു പാട്ട് പാടി തുടങ്ങുമ്പോൾ മറ്റുള്ളവരെ കണ്ടെത്തുന്നത്. ഡാൻസേഴ്സിനെ മറ്റുള്ളവരെ കണ്ടെത്തുന്നത്. അവനിലൊരു ഡാൻസറുണ്ട്, അല്ലെങ്കിൽ അവളിലൊരു ഡാൻസറുണ്ട്, ഡാൻസ് പ്രാക്ടീസ് ചെയ്യിക്കണേ എന്ന് പറയും. ഒരു വരയ്ക്കുന്ന ആൾക്കും വര കണ്ടെത്തുന്ന മറ്റുള്ളവർ ഒന്ന് പക്ഷെ ആക്ടർ എങ്ങനെ കണ്ടെത്തുന്നു? ഞാൻ ആക്ടറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛിക്കും, അല്ലേ? സീരിയസ്ലി ഒരു ആക്ടർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭീകരമായൊരു സ്ട്രഗിളാണത്. ഇനി ആക്ടർ ആണെങ്കിൽ പോലും അവൻ ആക്ടറായിട്ട് അംഗീകരിക്കില്ല. അതർവൈസ് ഈ ആക്ടർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞു പോയ സമയങ്ങളെല്ലാം ആൾക്കാർ പറയും അവനെ കൊച്ചിലെ മുതൽ എനിക്കറിയാമായിരുന്നു, അവനൊരു ആക്ടറാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയും. പക്ഷെ അവൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയില്ലെങ്കിൽ, എക്സ്പോഷർ കിട്ടിയില്ലെങ്കിൽ അവനൊരു ആക്ടറേ അല്ല, മരിക്കുന്നവരെ ആക്ടറല്ല. ഞാൻ എൻ്റെ പോയിന്റ് മനസ്സിലായി. അപ്പോൾ നമ്മൾ വല്ലാണ്ട് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. നമ്മളെ പ്രൂവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആകുമ്പം സ്വാഭാവികമായിട്ടും നമ്മളെ ബ്രീത്തിങ് ഒക്കെ മാറും. എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് വഴിപിഴച്ച് പോകാം. ജീവിതം തന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മളെ അറിയണം, നമ്മളെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ യോഗ അത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തു. രാവിലത്തെ യോഗ തന്നെയാണ് എൻ്റെ നിലനിൽപ്പിൻ്റെ എൻ്റെ ശക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ യോഗയെക്കുറിച്ച് അറിയണമെന്ന് വെച്ചാൽ അപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ യോഗ തെറാപ്പി എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അപ്പം തെറാപ്യൂട്ടിക്കൽ യോഗയാണ് എൻ്റെ സാധനം. അത് പഠിച്ചു കഴിഞ്ഞപ്പം കുറച്ചുകൂടെ എനിക്ക് കോൺഫിഡൻസ് ആയി. മറ്റുള്ളവർക്ക് എത്ര ഹീലിംഗ് പ്രോസസ്സ് എത്രത്തോളം നമുക്ക് യോഗ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആക്ടിങ് ടെക്നിക്സ്, ഹീലിംഗ് പ്രോസസ്സ്, യോഗയുടെ അഡ്വാൻസ്ഡ് യോഗ, രാജയോഗ, മെഡിറ്റേഷൻ, ഈ സാധനങ്ങളിൽ എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെ ഒരു ക്ലിയർ കട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് നമുക്ക് പലർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായി ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്, യോഗ ക്ലാസ്. ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ആങ്ഷ്യസ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ്, നെക്സ്റ്റ് മൊമെന്റ് യു ഹാവ് ടു ഫേസ് ദ ക്യാമറ എന്ന് തോന്നുന്ന സമയത്ത് ഐ നോ ഇത് ഓരോരുത്തർക്കും ഓരോ ഫോമിലായിരിക്കും, അത് അവരവർ തന്നെ കണ്ടെത്തേണ്ടതാണ്. എന്നാലും ഒരു ട്രെയിനർ എന്ന രീതിയിൽ ഒരു ബേസിക് ഒരു എന്തായിരിക്കും സ്റ്റെപ്പ് നമ്മൾ ചിന്തിക്കേണ്ടത്? ബേസിക് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാരാണ് എന്നുള്ള സാധനം നമ്മൾ ഫീൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മിനിമം ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് മമ്മൂട്ടി നിൽക്കുകയാണ്. ടു ബി ഫ്രാങ്ക് ഞാൻ ഇഗ്നോറൻസ് അല്ല, മമ്മൂട്ടിയാണെങ്കിൽ എനിക്കെന്താ, ഐ ആം ദ സുപ്പീരിയർ, ഐ ആം ദ പേഴ്സണൽ ഹു ഈസ് ആക്ടിങ്, വേഴ്സറ്റൈൽ ആക്ടർ ബിഫോർ മമ്മൂട്ടി എന്ന് ഞാൻ ചിന്തിച്ചിട്ട് എൻ്റെ ബ്രീത്തിങ് ടെക്നിക്സ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു. ടു ബി ഫ്രാങ്ക്, മാക്സിമം ഇൻഹേലേഷൻ ആൻഡ് ഹോൾഡ് ഡൗൺ, 16 സെക്കൻഡ് ഹോൾഡ് ഡൗൺ, സ്ലോലി ബ്രീത്ത് ഔട്ട്. ആ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടിൻ്റെയും ഒരു 5 സർക്കിൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഒന്നുമല്ല. അല്ലല്ല, ഞാൻ മമ്മൂട്ടി മീൻസ് അത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പേടിച്ചാൽ, ഓപ്പോസിറ്റ് ഇപ്പൊ മോഹൻലാലിനോടൊപ്പം വേഴ്സറ്റൈൽ ആക്ടേഴ്സ് ഇവരുടെ മുമ്പിൽ സുരേഷ് പ്രേം എന്നുള്ള ആക്ടർ നിന്ന് കഴിഞ്ഞാൽ പേടിച്ച് തീർന്നു. ഇവരുടെ ഓറയ്ക്കകത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഒന്ന് ചിന്തിച്ച് നോക്കി, 5 ചിന്തിച്ച് നോക്കി, ഓപ്പോസിറ്റ് നിൽക്കുന്ന സുരേഷ് ഗോപി ഇതേപോലത്തെ ഓറയുള്ള ഒരു ആക്ടർ, പെർഫോമൻസിന്റെ വേഴ്സറ്റാലിറ്റി ഉള്ള ഒരു ആക്ടർ നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നു, അയ്യോ ഇവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സാധനത്തിനെ ഡെവലപ്പ് ചെയ്താൽ
എനിക്കൊരു പോയിന്റ്, ഒരു ഡയലോഗ് പറയാൻ പറ്റില്ല, ഒരു എക്സ്പ്രഷൻസ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സാധനം നമ്മൾ ആദ്യം അതിന് റിവേഴ്സ് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കണം. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ നമ്മൾ നിസ്സാരനായിട്ട് കണ്ടിട്ട് അതിനെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിയിട്ട് പിന്നെ പെർഫോം ചെയ്ത് 2 പെർഫോമൻസ് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഈ സാറിനോടൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഞാൻ ബിൽഡ് ചെയ്തു. PhD ടൈറ്റിൽ എന്തായിരുന്നു? പ്രസന്റേഷൻ ഓഫ് എ ക്യാരക്ടർ ഇൻ വേരിയസ് സ്റ്റൈൽസ് ഓഫ് പ്ലേസ്, പ്രിപ്പയറിംഗ് ആൻ ആക്ടേഴ്സ് മാനിഫെസ്റ്റോ. പ്രാക്ടീസ് മാനിഫെസ്റ്റോ ഉണ്ടാക്കിയോ? പിന്നെ ഡെഫിനറ്റ്ലി ഉണ്ടാക്കണമല്ലോ. ഓരോ സ്റ്റൈലിന്റെയും ആക്ടേഴ്സ് മാനിഫെസ്റ്റോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ, എനിക്ക് ഒരുപാടൊന്നും ചോദിക്കാറില്ല. ടെക്നിക്ക് ഇപ്പൊ ഇവർ ഈ പറയുന്ന മെത്തഡ് ആക്ടിങ്, ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലെ ആൾക്കാരെല്ലാം പറയുന്ന മെത്തഡ് ആക്ടിങ്, അതിന്റെ ഒക്കെ മാനിഫെസ്റ്റോ ഉണ്ടാക്കിയോ? എല്ലാത്തിന്റെയും മാനിഫെസ്റ്റോ, എല്ലാ സ്റ്റൈലിന്റെയും മാനിഫെസ്റ്റോ, എങ്ങനെ ആ ക്യാരക്ടർ നമ്മൾ സമയം. ഞാൻ ഏറ്റവും ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ മമ്മൂട്ടി ചെയ്ത ഒരു ക്യാരക്ടർ, ഇപ്പോൾ വാത്സല്യം എന്ന് പറഞ്ഞ ക്യാരക്ടർ മമ്മൂട്ടി ചെയ്ത വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ ക്യാരക്ടർ. 2 ക്യാരക്ടറിന് സ്റ്റൈല് ജസ്റ്റ് ഇമാജിൻ ചെയ്യും. ഒരിക്കലും വാത്സല്യത്തിലെ ക്യാരക്ടറിനെ സമീപിച്ച പാറ്റേണിലായിരിക്കില്ല വടക്കൻ വീരഗാഥയെ മമ്മൂട്ടി സമീപിക്കുന്നത്, അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ മാനിഫെസ്റ്റോയും അതിന്റെ മാനിഫെസ്റ്റോയും രണ്ടാണ്. നമുക്കൊരിക്കലും വാത്സല്യത്തിലെ മാധവൻ നായരുടെ ക്യാരക്ടറിന് ഉപയോഗിക്കുന്ന മാനിഫെസ്റ്റോ നമുക്ക് ഒരിക്കലും ആപ്ലിക്കബിൾ അല്ല വടക്കൻ. ഇത് ശരിക്കും കോൺഷ്യസ് അല്ലാതെ സംഭവിച്ചു പോകുന്ന സാധനമാണ്. ഇതെങ്ങനെ കോൺഷ്യസ് ആയിട്ട് സംഭവിക്കും എന്നുള്ളതാണ് എൻ്റെ സ്റ്റഡി. ഓക്കെ, ഇപ്പം മമ്മൂട്ടിയുടെ ചോദിച്ചുകൊണ്ട് ഞാൻ മോഹൻലാലിനെ ചോദിക്കാം. തച്ചോളി വർഗീസ് ചേവകരിലെ മോഹൻലാലും അരം പ്ലസ് അരം കിന്നരത്തിലെ മോഹൻലാലും, ഇവരുടെ 2 പേരുടെയും സ്റ്റൈല് വേറെയാണ്. അപ്പൊ അതിന് അതാണ് നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എങ്കിൽ അതിലെങ്ങനെ ഈ പറയുന്ന ആക്ടേഴ്സ് മാനിഫെസ്റ്റോ അതായത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഇവിടെ ഈ അരം പ്ലസ് അരം എന്ന് പറഞ്ഞ സാധനം മോർ റിയലിസ്റ്റിക് ആയാലും സ്ലാപ്സ്റ്റിക് ആണ്. സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സമീപനമാണ് മോഹൻലാൽ സമീപിച്ചിരിക്കുന്നത്. ഈ തച്ചോളി വർഗീസ് ചേവറിലെ ക്യാരക്ടറിന് ഒരു സ്റ്റൈലൈസ്ഡ് ആക്ടിങ് പാറ്റേൺ ആയിരിക്കാം ചിലപ്പോൾ മോഹൻലാൽ അറിഞ്ഞോ അറിയാതെ ഇംപ്ലിമെന്റ് ചെയ്തത്. നമ്മൾ ഈ സ്റ്റൈലൈസ്ഡ് പെർഫോമൻസിന്റെ മാനിഫെസ്റ്റോ എടുത്താൽ മതി. ആ സ്റ്റൈലൈസ്ഡ് പെർഫോമൻസിൽ ഏതൊക്കെ ആൾക്കാരെ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇരിക്കുന്നു എന്നുള്ളതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഈ റിയലിസ്റ്റിക് ആയ സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള സാധനത്തിൽ നമ്മുടെ ചെക്കവും സ്റ്റാൻസ്ലോവ്സ്കിയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി. ഇതൊന്നും പിന്നെ ഇതിൽ വേറെ സംഭവമുണ്ട്. നമ്മൾ എന്തൊക്കെ വായിച്ചിരുന്നാലും ഇതൊക്കെ പർപ്പസ്ഫുള്ളി നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ത്രൂ എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പഠിച്ചിരിക്കാൻ അപ്ലൈ ചെയ്യുക, എങ്ങനെ എത്രത്തോളം നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള സാധനം നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ്. അതിന് നമ്മൾ ഓരോ ക്യാരക്ടറിനെ സമീപിച്ചിരിക്കുന്ന സാഹചര്യവും സമയവും വെച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എല്ലാവരും ചോദിക്കും ഇതൊക്കെ പർപ്പസ്ഫുള്ളി നമുക്ക് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 10 സർജറി ചെയ്ത ഡോക്ടറും 1 സർജറി ചെയ്യാത്ത ഡോക്ടറും ഡോക്ടേഴ്സാണ്. പക്ഷേ 10 സർജറി ചെയ്ത ഡോക്ടറുടെ പെർഫെക്ഷൻ തന്നെയാണ്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് സർജറി കൂടുതൽ ചെയ്ത ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സർജറിക്ക് ആൾക്കാർ കൂടുതൽ പോകുന്നത്? അത് കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതല്ല, അയാളുടെ കൈത്തഴക്കം ഇതേ ഒരു സാഹചര്യത്തിൽ ഇതേ ഒരു സാധനയിലേക്ക് ഒരു ആക്ടർ എത്തണം എന്നുള്ളതാണ് എൻ്റെ സ്റ്റഡി. അപ്പൊ ഏതൊക്കെയായിരുന്നു റെഫറൻസസ് ആയിട്ട് എടുത്തിരുന്നത്? റെഫറൻസ് എല്ലാ സ്റ്റൈലും റിയലിസ്റ്റിക് എടുത്തിട്ടുണ്ടായിരുന്നു, സർറിയലിസ്റ്റിക് എടുത്തിട്ടുണ്ടായിരുന്നു, മെലോഡ്രാമാറ്റിക് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ക്ലാസിക് എടുത്തിട്ടുണ്ട്. എല്ലാ എല്ലാ സ്റ്റൈലും ഞാൻ എടുത്തിട്ട് ഓരോ പ്ലേസിൻ്റെ റെഫറൻസ് വെച്ചിട്ട് അതിൻ്റെ ക്യാരക്ടറിനെ എങ്ങനെ സമീപിക്കണം, അതിലെ ഏതൊക്കെ ആക്ടിങ് ടെക്നിക്സ് ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ്. ആക്ച്വലി ഇൻട്രസ്റ്റിംഗ് മാനിഫെസ്റ്റോ റെഡി ആയിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു ആക്ടിങ് സ്റ്റുഡൻറ് നിങ്ങളൊരു 1000 ബുക്ക് വായിക്കുന്നതിന് പകരം എൻ്റെ ഒരു തീസിസ് എടുത്ത് വായിച്ചാൽ മതി. നിങ്ങളൊരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അങ്ങനെയൊന്നും പറയരുത്. അവർ പിന്നെ അതിനെ ഏറ്റവും സിംപ്ലിഫൈഡ് രീതിയിൽ എടുത്തിട്ട് അതായിരിക്കും മെത്തഡ് ആക്ടിങ് ഒക്കെ മാറിയിട്ട് വേറെ അല്ല. അതിനകത്ത് മെത്തഡ് ആക്ടിങ് പറയുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ അഭിനയത്തിനെ കുറിച്ച് കുറച്ച് നോളജ് ഉണ്ടാക്കണം, കുറച്ച് ബുക്സ് വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു 10-200 ബുക്കുകൾ വായിക്കുന്ന ഇപ്പോൾ സ്റ്റാൻസ്ലോവ്സ്കിയുടെയും മേർഹോളിൻ്റെയും ഗ്രോട്ടോസ്കിയുടെയും ബ്രിത്തനെയും പഠിക്കുന്നതിന് പകരം ഞാൻ ഇതെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. Simplify. Are you converting this into a book? Yeah. Book ആയിട്ട് thinking. ബുക്കിന് ഓൾ ദി ബെസ്റ്റ്. MBA ചെയ്തോ അതിൻ്റെ ഇടയ്ക്ക്? ഇതിനിടയ്ക്ക് MBA ചെയ്തെന്ന് പറഞ്ഞാൽ ഈ അക്കാഡമിക്കലി ഞാൻ ചെയ്തെല്ലാം ആർട്ട് ബേസ്ഡിലുള്ള ഡിഗ്രി, PG, MPhil ഒക്കെ. അപ്പോൾ അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ, അക്കാഡമി ഈക്വലൻസി വരണമെങ്കിൽ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു PG ചെയ്യണം എന്നുള്ളൊരു സാധനം വന്നപ്പോൾ
ഏത് ചെയ്യാം, MA സോഷ്യോളജി ചെയ്യാമെന്ന് വിചാരിച്ചു, സൈക്കോളജി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ഇതിലൊന്നും പെടാതെ നമുക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ MBA എങ്ങനെയാ? ഇപ്പം നമ്മൾ പഠിക്കുന്നതൊന്നും ഒരിക്കലും അത് വെച്ച് ജോലി ചെയ്യാനല്ല, പകരം അത് നമുക്ക് പല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നാണല്ലോ. അപ്പൊ ഇപ്പോഴത്തെ ലൈഫ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് MBA ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? MBA ഇംപ്ലിമെന്റ് ചെയ്യാനാണ് മീൻസ് പല സാഹചര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻസ് വരുമ്പോൾ നമ്മൾ എവിടെയാണ് എത്രത്തോളം ലെസ് ഇൻവെസ്റ്റ്മെന്റ് മോർ ഇൻകം എന്നുള്ള സാധനത്തിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ MBA ക്ലാസ്സസ് ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ തിയേറ്റർ മീൻസ് ഗ്രാഫിക്സിൽ ഒരുപാട് യൂസ് ചെയ്യുന്നത്. ഞാൻ IT ആണ് MBAയിൽ എടുത്ത ഓപ്ഷൻ. അപ്പോൾ അത് ഗ്രാഫിക്സിൽ ഒരുപാട് ഉപയോഗം വരുന്നുണ്ട്. എനിക്കറിയില്ല ഇഫ് ഐ ക്യാൻ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. 2001 അഭിനയിക്കാൻ തുടങ്ങി സിനിമയിൽ. അന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളായിരുന്നു. യു ഹാവ് ഡൺ ക്വൈറ്റ് എ ഫ്യൂ നോട്ടീസബിൾ റോൾസ്. അതിൻ്റെ ഇടയിൽ നമ്മൾ സീരിയൽ ചെയ്തു. ഇപ്പോൾ ഇന്ന് രാവിലെ ആണെങ്കിലും പീപ്പിൾ റെക്കഗ്നൈസ് യു അല്ലേ? യു ഹാവ് ഒരു സെറ്റ് ഓഫ് ഫാൻ ഫോളോവേഴ്സ് ഒരു സൈഡിൽ. പക്ഷേ എന്താ പറയുക, നമ്മൾ ആ ഇത്ര വർഷം 2001 to 2025 എന്ന് പറയുമ്പോൾ അത്രയും വർഷം, ഓൾമോസ്റ്റ് 2 ഡെക്കേഡ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു തോട്ട് ഇസ് ലൈക്ക് പിന്നീട് എന്താണ്, ഇപ്പോൾ സിനിമയിൽ അങ്ങോട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇൻവോൾവ് ആയില്ലേ എന്നൊരു തോട്ട് എല്ലാവരും ചോദിക്കുമല്ലോ. അല്ലെങ്കിൽ അന്നും ഇന്നും നമ്മൾ എടുത്തു പറയുമ്പോൾ ഒന്നൊന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം ഇന്നാൾ ആരാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഇനീഷ്യൽ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയിൽ ട്രെയിൻഡ് ആക്ടേഴ്സിനോട് ഭയങ്കര പുച്ഛം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സുരേഷ് പ്രേം അതിന്റെ വിക്ടിമാണോ? ഞാൻ തീർച്ചയായിട്ടും അതിന്റെ വിക്ടിമാണ്. നമ്മൾ 2001 ഞാൻ 2000 കോഴ്സ് കഴിയുന്നു, ഡിഗ്രി കോഴ്സ്, സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആക്ടിങ് കോഴ്സ് കഴിയുന്നു. കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇറങ്ങുന്ന മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആവാനുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പം നമ്മൾ ട്രെയിൻഡ് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ആദ്യത്തെ ചോദ്യതാണ്, മോഹൻലാൽ അഭിനയം പഠിച്ചിട്ടില്ലല്ലോ മോഹൻലാൽ വന്നത് എന്ന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പലരുടെ നിന്നും പല വെൽ നോൺ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോലും നമുക്കൊരു ഒരു ചെയർ പോലും കിട്ടിയിട്ടില്ല. വീട്ടിനകത്ത് കയറ്റാത്ത അവസ്ഥ പോലും വന്നിട്ടുണ്ട്. ചാൻസ് ചോദിച്ച് നടക്കുന്ന എല്ലാവരെയും പോലെ അല്ലെങ്കിൽ ഒരാളെ പോലെ കഥ തുറന്നിട്ട് ഞാൻ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഞാൻ എല്ലാ ആഴ്ചയും പോയി മീൻസ് ഗേറ്റ് കടയിൽ നിന്ന് ഹായ് പറഞ്ഞിട്ട് പോരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ഫേമസ് ആയ ഒരു ഡയറക്ടർ. അപ്പോൾ ട്രെയിൻഡ് ആക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു അവർക്ക് അറിവില്ലായ്മയാണോ അതോ അറിയാത്തതായി നടിക്കുന്നതാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ 25 വർഷത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ജെറിയുടെ ആൺമക്കൾ എന്നിലേക്ക് എത്തുന്നത് ഞാൻ ട്രെയിൻഡ് ആക്ടർ ആയതുകൊണ്ട് മാത്രമാണ്. അല്ല, ഇപ്പം ഞങ്ങളാണെങ്കിലും റീസെൻ്റ്ലി ഒരു കാസ്റ്റിംഗ്സ് അപ്പോൾ directorial team insisted that ട്രെയിൻ ചെയ്തിട്ടുള്ള ആക്ടേഴ്സിനെ, അവർ ആ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ട്രെയിൻഡ് ആക്ടേഴ്സ് വേണം എന്ന രീതിയിലേക്ക് ഒരു അല്ലേ ആ ഒരു ചേഞ്ച് ശരിക്കും എനിക്ക് 25 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്കത് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അമൽ നീരദിനെയൊക്കെ പോലെ അല്ലെങ്കിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയെ പോലെ നമ്മുടെ ജിത്തു ജോസഫിനെയൊക്കെ പോലുള്ള കുറച്ച് പേര് ട്രെയിൻഡ് ആക്ടേഴ്സിൻ്റെ അടുത്ത് വളരെ മമത കാണിക്കാറുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, എനിക്കിഷ്ടമുള്ളൊരു പടം സിറ്റി ഓഫ് ഗോഡ്. സിറ്റി ഓഫ് ഗോഡിൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പം അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി എ ഹിറ്റ്. കാരണം അധികം ആളുകൾ കണ്ടിട്ടില്ല, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് യു ആക്ടഡ് ഇൻ ദാറ്റ് അല്ലേ? ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഹൗ വാസ് ഇറ്റ് ടു വർക്ക് വിത്ത് ലിജോ? ലിജോ നമ്മൾ ക്ലീശയായി പോവും, എന്നാലും പറയാണ് ലിജോ കാണുന്നത് സമീപിക്കുന്ന രീതിക്ക് ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയെ സമീപിക്കുന്ന രീതിയിൽ മീൻസ് കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് ഫോർമാറ്റിൽ നിന്ന് പുള്ളി സിനിമയെ മാറി ചിന്തിക്കുന്നത്. കാരണം സിറ്റി ഓഫ് ഗോഡിൻ്റെ ആ സിനിമ ചെയ്തിരിക്കുന്ന മൊത്തം ഷോൾഡർ ഷോട്ട്സുകളാണ് എല്ലാം. എൻ്റെ ശരിയാണെങ്കിൽ എൻ്റെ സീൻസ് ഞാൻ ഓർമ്മിക്കുമ്പോൾ അത് കറക്റ്റാണ്. പിന്നെ ഞാൻ റെഫറൻസിൽ എവിടെ വായിച്ചിരുന്നു, ആ സിനിമ മൊത്തം ഹാൻഡ് ഹെൽഡ് ഷോട്ട്സുകളാണ്. സുജിത് വാസുദേവ് സിനിമാറ്റോഗ്രാഫി നോൺ ലീനിയർ ഫോർമാറ്റിൽ ഹാൻഡ് ഹെൽഡ് ഷോട്ടുകളാണ് ത്രൂ ഔട്ട് ഫിലിമിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഞാൻ പിന്നെ വായിച്ചു. അപ്പോൾ ആ സിനിമ അന്ന് ലിജോ അങ്ങനെ സമീപിച്ചിരുന്നു. അപ്പോൾ അത് ബ്രേക്ക് ദ റൂൾസ് അല്ലേ എന്നുവെച്ചാൽ സിനിമയെ വേറൊരു പ്രോസ്പെക്റ്റിൽ കാണാൻ പുള്ളിക്ക് തോന്നിയല്ലോ. അതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് സംസാരിച്ചിട്ട് ഞാൻ സ്കൂൾ ഡ്രാമയിൽ പഠിച്ചതുകൊണ്ട് തന്നെയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. ട്രെയിൻഡ് ആയതുകൊണ്ട് തന്നെയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. നേരത്തെ ചോദ്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് ഞാൻ ചോദിക്കാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ട്രെയിൻഡ് ആക്ടർ ആൻഡ് വാണബി ആക്ടർ? ട്രെയിൻഡ് ആക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പം അതിന് എനിക്ക് ഏറ്റവും എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ
അത് കൂടുതലാണോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞില്ല. പക്ഷെ എന്നാലും ഞാനത് പറയുകയാണ്. അഞ്ജന ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ MBBS അല്ലാത്ത ഒരാളടുത്ത് പോകാറില്ല. പക്ഷേ ട്രെയിൻഡ് ആക്ടർ എന്ന് പറയുമ്പോൾ എന്താ ഒരു പുച്ഛം. ട്രെയിൻഡ് ആക്ടർ എന്ന് പറയുമ്പോഴേക്കും അത് ഞാൻ ഒരു പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ്റെ അടുത്തേ പോവുള്ളൂ, ഒരു വ്യാജ ഡോക്ടറിൻ്റെ അടുത്ത് പോവില്ല. പക്ഷേ തിയേറ്റർ ആക്ടർ, ഇപ്പോൾ ട്രെയിൻഡ് ആയ ഒരു ആക്ടറുടെ അടുത്ത് പറയുമ്പോഴേക്കും മോഹൻലാൽ അഭിനയം പഠിച്ചിട്ടാണോ ഇവിടെ ആക്ടറായത് എന്ന് ചോദിക്കും. ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യുന്നേ, നിങ്ങൾ സീരിയസ് ആയിട്ട് അഭിനയത്തെ കാണുമെന്നേ, നിങ്ങൾ സീരിയസ് ആയിട്ട് അഭിനയത്തെ പഠിക്കുമെന്നേ. അപ്പോൾ ഒരു ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് പറയുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. മോഹൻലാൽ അഭിനയത്തെക്കുറിച്ച് എത്ര വായിച്ചിട്ടുള്ള ആളുകൾ വളരെ വിരളായിരിക്കും എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു റിയാലിറ്റി. അല്ല, അത് മോഹൻലാലിൻ്റെ പെർഫോമൻസിനും അറിയാമെന്നുള്ളതാണ്. പക്ഷെ മറ്റുള്ളവർ പറയുന്നത് മോഹൻലാൽ പഠിച്ചിട്ടില്ലല്ലോ വന്നതെന്നാണ് ചോദിക്കുന്നത്, വെളിയിൽ നിൽക്കുന്ന ആൾ. പക്ഷെ മോഹൻലാലിന് അറിയാം മോഹൻലാൽ എത്രത്തോളം ഇത് ഗെയിൻ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നന്നായി റീഡിംഗ് ഉള്ള, നന്നായി ആക്ടേഴ്സിനെ മനസ്സിലാക്കിയിട്ടുള്ള, നന്നായി ആക്ടിങ് ഫിലോസഫീസ് മനസ്സിലാക്കിയിട്ടുള്ള, നന്നായി ആക്ടിങ് ടെക്നിക്കൽ മനസ്സിലാക്കിയിട്ടുള്ള 2 നടന്മാർ മോഹൻലാൽ മമ്മൂട്ടിയാണ്. അവർ പഠിച്ചിട്ടുള്ള, അവർ വായിച്ചിട്ടുള്ള ബുക്സുകൾ എനിക്ക് തോന്നുന്നു വളരെ വിരളമായിരിക്കും. വെളിയിൽ നിൽക്കുന്നവർക്ക് തോന്നും ഈ മോഹൻലാൽ എന്ന് അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് സാർ ഇത്രയും ദിവസം നിൽക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല. ആക്ടിങ് എന്ന് പറഞ്ഞ സാധനം അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ എല്ലാ ആക്ടേഴ്സും പറയുന്നുണ്ടല്ലോ ഞാൻ ആക്ടിങ് ട്രെയിനിങ് എടുക്കുന്നുണ്ട്, അവരുടെ ഒരു അസിസ്റ്റൻഷിപ്പ് എടുക്കുന്നുണ്ടെന്നൊക്കെ വളരെ പ്രൊഫൈൽ ഹൈപ്പിന് വേണ്ടി പറയുന്നുണ്ട്. അമേരിക്കയിൽ പോയി പഠിച്ചു, ലണ്ടനിൽ പോയി പഠിച്ചു, അല്ല ഞാനൊരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ആക്ടിങ് ട്രെയിനറെ വെച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഇന്ന് 2-3 ദിവസത്തിന് മുമ്പ് 2 ആക്ടേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഞാൻ അവരെ പറയുന്നില്ല. അതിപ്പോൾ പ്രൈഡായിട്ട് പറയുന്നുണ്ടല്ലോ. ആക്ടർ പ്രിപ്പയേഴ്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അപ്പ് ഓഫ് ക്യാരക്ടർ. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് തയ്യാറാവാൻ പറ്റുമെങ്കിൽ ഒരു ആക്ടർ, ട്രെയിൻഡായ ഒരു ആക്ടറിനെ പെർഫോം ചെയ്യിക്കാൻ എന്താ അവർ പേടി? നേരത്തെ സുരേഷ് പ്രേമനോട് ഇപ്പോൾ സീരിയലിൽ വരെ ആക്ടിങ് ട്രെയിനിങ് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു ഞാൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ ഹിറ്റായ 2 സീരിയലിലെ ഹീറോസിന് വേണ്ടിയിട്ട് ഞാൻ ആക്ടിങ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പറയാൻ പറ്റുമോ ഏത് സീരിയലാണ്? അല്ല ചിലർക്ക് അത് ഈ ട്രെയിനിങ് എടുത്ത ആൾ പറയുന്നതാണ് അതിൻ്റെ ഒരു മാനേഴ്സ്. ഇപ്പം ഞാൻ ഒരാളെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ അയാളുടെ ഐഡന്റിറ്റി ചിലപ്പോൾ ബ്രേക്ക് ചെയ്താലോ, ചിലപ്പോൾ അയാൾക്ക് പ്രശ്നം, അയാളത് റിവീൽ ചെയ്യാൻ താല്പര്യം. ഇതിപ്പോൾ ഒരു സുരേഷ് പ്രേം പറയുമ്പോഴും ഞാൻ ചിന്തിച്ച ഒരു സാധനം എന്ന് വെച്ചാൽ, പണ്ട് എന്താണ് താങ്കളുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മൂമ്മ പറഞ്ഞു തന്ന ചില മഞ്ഞളോ പൊടിക്കൂട്ടുകളാണെന്ന് പറയും. അല്ലാതെ ഞാൻ ഐ ഗോ ടു പാർലർ എവറി മന്ത്, ഞാൻ എന്നെ കെയർ ചെയ്യാറുണ്ട്, ഐ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കുറവുള്ളത് പോലെ ഒരു സാധനം ഈ ആക്ടിങ് ട്രെയിനിങ്ങിന്റെ വരുന്നുണ്ടോ എന്ന് ഇപ്പൊ ഈ കേട്ടപ്പോൾ എനിക്ക് തോന്നി. അല്ല, അത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഫേസസ് ആണ് ഇപ്പൊ. പക്ഷെ ഇപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇപ്പം 2 ദിവസം വർക്ക്ഷോപ്പിന് പോയവർ വരെ ആക്ടിങ് ട്രെയിനേഴ്സ് ആണ്. ഇപ്പൊ ആക്ടിങ് ട്രെയിനേഴ്സിനെ കൊണ്ട് തട്ടി നടക്കാൻ നിർത്തിയില്ല. എല്ലാവരുടെ അടുത്ത് ചോദിച്ചാൽ അവരെല്ലാവരും ആക്ടിങ് ട്രെയിനേഴ്സാണ്. അപ്പോൾ ആക്ടിങ് ട്രെയിനിങ് എന്നൊരു സാധനത്തിന് അത് ശരിയാ. കേരളത്തിൽ ഇപ്പൊ അങ്ങോളം നമ്മള് വർക്ക്ഷോപ്പുകളുടെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഓരോ നോക്ക് ആൻഡ് കോർണേഴ്സിലും വർക്ക്ഷോപ്പിന്റെ ഒരു കാർഡ് നമുക്ക് കാണാൻ പറ്റും. 2 ദിവസത്തെ വർക്ക്ഷോപ്പ്, 3 ദിവസത്തെ വർക്ക്ഷോപ്പ്, ആക്ടിങ് ട്രെയിനിങ്. അതിനകത്ത് എന്തെങ്കിലും ചിലപ്പോൾ ഒരു കൊമേഴ്സ്യൽ സിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സിനിമാ മോഹികളായ എല്ലാവർക്കും അഭിനേതാവുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അഭിനയിക്കാനും എക്സ്പോഷർ ഉണ്ടാവാനും ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് എന്നുള്ള സാധനത്തിലേക്ക് എല്ലാവരും പോകുന്നുണ്ട്. എല്ലാവരും പോയി ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അതിനോട് മോശമൊന്നുമല്ല, അത് നല്ലതാണ്. അത് നമ്മൾ സീരിയസ് ആയിട്ട്, ഞാൻ അതല്ലേ പറഞ്ഞത്, നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് വരൂ. ആക്ടേഴ്സ് എല്ലാവരും അറിയൂ എങ്ങനെ ക്യാരക്ടറിനെ സമീപിക്കാം, എക്സ്പ്രഷൻസ് എങ്ങനെ നമുക്ക് സ്വയം. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിങ് ട്രെയിനിങ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടർ ഉണ്ടായി വരുന്നതല്ല. എന്നിലെത്രയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ പെർഫോമൻസിൻ്റെ സ്കെയിൽ എത്ര, എൻ്റെ പെർഫോമൻസ് സ്കെയിൽ എത്ര പരിമിതപ്പെടുത്തണം, എൻ്റെ പെർഫോമൻസ് സ്കെയിൽ എത്ര ആക്സലറേറ്റ് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവാൻ എൻ്റെ ട്രെയിനിങ്, എനിക്ക് കിട്ടിയ ട്രെയിനിങ് എനിക്ക് ഗുണമാവുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സെൽഫ് അവയർനെസ്സിനാണ് ശരിക്കും. തീർച്ചയായിട്ടും സെൽഫ് അവയർനെസ്സിന് മറ്റേ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കാം. പക്ഷേ ആക്ടിങ് ട്രെയിനിങ് ആരും പോകാറില്ല. പക്ഷേ തിയേറ്റർ ട്രെയിനിങ്ങും ആക്ടിങ് ട്രെയിനിങ്ങും അല്ലേ, നമ്മളതെപ്പോഴും തീർച്ചയായിട്ടും നമ്മളിവിടെ സംസാരിച്ചവരൊക്കെ പറഞ്ഞൊരു സാധനം, ഇമ്പോർട്ടൻസ് ഓഫ് തിയേറ്റർ നമ്മുടെ ഒരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്, സെൽഫ് അവയർനെസ്സിന് മുതൽ അങ്ങോട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വേറെ സ്ട്രീം തന്നെ ഉണ്ട്. അതല്ലാതെ എങ്ങനെ നമ്മുടെ തിയേറ്റർ നമ്മളെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത്. സുരേഷ് പ്രേമൻ എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, തിയേറ്റർ എന്ന നാടകാന്തം, കവിത്വം എന്ന് പറയും പോലെ തന്നെയാണ് എല്ലാ ഇതിലും വന്ന് ചേരുന്നത് പെർഫോമൻസ്
മീൻസ് സ്കോപ്പിലേക്കാണ് എത്തുന്നത്. പിന്നെ ഒരു സ്റ്റേജിനെ ഒരു വലിയൊരു ഓഡിയൻസിനെ അഭിമുഖീകരിച്ച് പ്രസംഗിക്കുന്ന പോലും ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണ്. അപ്പോൾ പെർഫോമൻസിലെടുക്കുന്ന തിയേറ്റർ ട്രെയിനിങ്ങിലെടുക്കുന്ന സാധനം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളിലും എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ പോലും മറ്റുള്ളവരുടെ എക്സ്പ്രഷൻസ് ഇന്ന് അവരുടെ ഇമോഷൻസ് റീഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. ഇപ്പോൾ സ്വന്തം പാർട്ട്ണറുടെ എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു നല്ലൊരു കവിതാത്മകത. വൈഫിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് മനസ്സിലായിട്ട് ആ എക്സ്പ്രഷൻ റീഡ് ചെയ്താൽ തന്നെ എക്സ്പ്രഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ തിയേറ്റർ ട്രെയിനിങ് എന്നുള്ള സാധനത്തിൽ ത്രൂ എക്സ്പ്രഷൻസ് നമ്മളെ ഒരു സൈലന്റ് ആയിരിക്കുന്ന ഒരാളെ മൂഡ് ഓഫ് എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ തിയേറ്ററിൽ പറയുന്നത് ഈവൻ ത്രൂ ദ ബ്രെത്ത് അത് നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സൈലന്റ് ആയിരിക്കുന്ന ഒരാളടുത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ തിയേറ്റർ ട്രെയിൻഡ് ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തിനാണ് സൈലന്റ് ആയിരിക്കുന്നത്, അയാൾ എന്തിനാണ് ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നത്, അയാൾ എന്താണ് അയാളുടെ ഐബോൾസ് എന്തിനാണ് ചലിക്കുന്നത്, നമ്മളത് ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ സിനിമ പറഞ്ഞു, നാടകം പറഞ്ഞു, യോഗ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞപ്പോൾ സീരിയലിലെ ഒരു ഏരിയയിൽ വളരെ വിശാലമായി താങ്കൾ പെർഫോം ചെയ്തിട്ടുണ്ട്. യു ഹാവ് നേരത്തെ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ഫാൻ ഫോളോവേഴ്സ്. സീരിയലിൽ അഭിനയിച്ചതും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഒന്ന് പറയും. ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഞാനൊരു സീരിയൽ ആക്ടിങ്ങിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ക്യാരക്ടറൈസേഷന് പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ 3 മണി എന്നൊരു സീരിയലിലെ വില്ലൻ എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും. ആക്ടിങ്ങിൽ നമ്മൾ ആ ക്യാരക്ടറിനെ എങ്ങനെ ഏതൊക്കെ രീതിയിൽ അതിനെ മാക്സിമം ആക്സലറേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ദിവസം രാവിലെ വന്നിട്ട് റൈറ്റർ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇരുട്ടിനെ പോലും പേടിക്കുന്ന വില്ലൻ, അപ്പുറത്ത് നടക്കുന്ന ഒച്ച പോലും പേടിക്കപ്പെടും എന്നൊക്കെ. അതുവരെ സ്മൂത്ത് ആയിട്ടിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടറിന്റെ സ്റ്റൈല്, ആ ക്യാരക്ടറിന്റെ ഫീലിങ്സ്, ആ ക്യാരക്ടറിന്റെ തോട്ട് പ്രോസസ്സ് എല്ലാം ബ്രേക്ക് ആവും. അതെങ്ങനെയാണ് ബ്രേക്ക് ആവുന്നത്? TRP ആവാം ചിലപ്പോൾ. ഞാനത് എൻ്റെ ക്ലോസ് സ്റ്റഡിയിൽ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേണിൽ പിടിച്ചു വരുമ്പോഴേക്കും ആ ഒരു സാധനം അവിടെ വേണം എന്നുള്ള ഒരു സാധനം ചിലപ്പോൾ ഒരുപക്ഷെ ഓഡിയൻസിന്റെ റിവ്യൂസ് ചെയ്യുന്നോ, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ റിവ്യൂസ് ചെയ്യുന്നോ, അല്ലെങ്കിൽ ചാനലിന്റെ ഇൻസിസ്റ്റോ അതിൽ നിന്ന് ചിലപ്പോൾ റൈറ്ററിലേക്ക് എത്തിയിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ അവിടെ ഹീറോയിന് വിജയം കിട്ടുന്ന രീതിയിലുള്ള ഒരു സാധനം അവിടെ വേണമെന്ന് തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെ എഴുതി വരുന്നത് അതിൻ്റെ ഒരു ഫ്ലോയിൽ ചിലപ്പോൾ ക്യാരക്ടറൈസേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഒരു 2.5 മണിക്കുള്ള സിനിമയിലെ 70 സീൻസ് അല്ലെങ്കിൽ 65 സീൻസിലുള്ള ക്യാരക്ടറിൻ്റെ ഒരു ഗ്രോത്ത്, ഡെവലപ്മെന്റ്സ്, ഗ്രോത്ത്, അതെല്ലാം ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഗ്രാഫ് ഒരിക്കലും സീരിയലിലെ പെർഫോമൻസിൽ നമുക്ക് ആ ഗ്രാഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വരുന്ന സ്ക്രിപ്റ്റ്, ആ സ്ക്രിപ്റ്റ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ആ ഡയലോഗ്സിനകത്ത് എന്താണ് കാണുന്നത്, അത് പെർഫോം ചെയ്യുക, പൈസ വാങ്ങിക്കുക, പോരുക, അത്രേ ഉള്ളൂ. അല്ല എന്നും പറഞ്ഞുകൊണ്ട് സീരിയൽ ഒരു മോശമെന്നല്ല പറഞ്ഞത്. സീരിയലിൻ്റെ എനിക്ക് തോന്നുന്നു എന്നെ സ്റ്റഡി ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വന്നത് ഈ എപ്പിസോഡ് വൈസിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. കാരണം ഞാൻ എൻ്റെ ആക്ടിങ് ട്രെയിനിങ്ങിനുള്ള ഒരുപാട് സംഭവങ്ങൾ എപ്പിസോഡ് വൈസ് എനിക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലബോറട്ടറി ആയിരുന്നു സീരിയൽ. കാരണം ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് പിന്നെ ഭയങ്കര ഭീകരമായിട്ടുള്ള ഇൻറ്റൻഷനാണ്, പെട്ടെന്ന് ഡബ് ചെയ്യണം. കാരണം എനിക്ക് അപ്പോൾ കാണാൻ പറ്റും ഞാൻ ചെയ്തിട്ടുള്ള സാധനം എന്താണെന്ന്, അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വേരിയേഷൻസ് വരുത്തിയിട്ടുള്ളതെന്നുള്ളത് എനിക്ക് ഡബിംഗ് ടേബിൾ അറിയാൻ പറ്റും. ഇറ്റ് ഈസ് ലൈക്ക് ഒരു പ്ലാറ്റ്ഫോം ഫോർ യു ടു എക്സ്പ്ലോർ. യെസ്, എക്സ്പ്ലോർ മാത്രമല്ല എക്സ്പെരിമെന്റ് പൈസയും കിട്ടും. എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണ് സീരിയൽ എന്ന് ഞാൻ പറയും. ഈ ഇങ്ങനെ പറയുമ്പം ആസ് എ സീരിയലിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും ഇത്രയും അണ്ടർസ്റ്റാൻഡിങ്ങും ആസ് എ ഡോക്ടർ സുരേഷ് പ്രേമിനോട് ചോദിക്കുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും മലയാള സിനിമയുടെ ക്വാളിറ്റീനെയും മലയാള സിനിമയിലെ കണ്ടൻറ്റുകളെയും മലയാള സിനിമയിലെ ഈവൻ ടെക്നോളജിക്കൽ എക്സ്പെരിമെൻ്റൽ സ്പേസുകളെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്ത് പറയും. ഇപ്പോൾ ഈ റീസെൻ്റ്ലി അനുരാഗ് കശ്യപ് വരെ പറഞ്ഞു, മലയാളം ഫിലിം ഇൻഡസ്ട്രി ഹെൽപ്പ് മീ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഡിപ്രഷൻ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പം ആ ഒരു അതേ അനുരാഗ് കശ്യപ് ഇവിടെ വന്ന സീരിയൽ കണ്ടാൽ ഹൗ വുഡ് ഹി ബി ടേക്കിംഗ് ഇറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മളിപ്പോഴും ആ ഒരു സോപ്പ് മെലോ ഡ്രമാറ്റിക് സംവെയർ സ്റ്റിൽ വി ആർ സ്റ്റക്ക് ഇൻ ദ മദർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോ സീരി കോംബോയിലൊക്കെ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ആസ് എന്താ പറയുക റിസർച്ചർ അല്ല, ഞാനത് ഒരുപാട് ചിന്തിച്ചിട്ടുള്ള സാധനമാണ്. എന്തിനാണ് വൈ ദിസ് കണ്ടന്റ് ഓൾവേസ്
എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളത് ഞാൻ ന്യൂസ് ചാനൽ വെക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എന്തിനാണ് ഈ കണ്ടന്റ് തന്നെ വീണ്ടും വീണ്ടും അമ്മായിയമ്മ മരുമകൾ എന്നുള്ള സാധനം എടുത്ത് ഞാൻ പലപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴേക്കും വൈകുന്നേരം TV ചാനൽ നോക്കുമ്പോൾ ഒരു ഡൗറി ഡെത്ത്. അങ്ങനെ ഞാൻ ന്യൂസ് ചാനലിന്റെ നറേറ്റീവ് സ്റ്റൈലല്ല അതിനകത്തുള്ള കണ്ടന്റ്. കാരണം നമ്മുടെ ലൈഫിൽ ഇതുണ്ട്, ഇത് മാറിയിട്ടില്ല. എത്ര ഡെവലപ്ഡ് കൺട്രിയാണ്, ഡെവലപ്ഡ് ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ പോലും, പക്ഷേ ഈ സാധനം അമ്മായിയമ്മ മരുമകൾ പോര് അല്ലെങ്കിൽ ഈ ഡൗറി അസോൾട്ട് അല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വൈകുന്നേരം ന്യൂസിൽ കാണുന്നുണ്ട്. അത് മോർ ദാൻ ഫിക്ഷൻ. നമുക്ക് എഴുതി വെക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഈ കണ്ടന്റിന് വിറ്റ് പോകുന്നുള്ള മാർക്കറ്റ് ഉണ്ടല്ലോ, പിന്നെ അവർ വിൽക്കട്ടെ എന്ന് ഞാനും വിചാരിക്കും. പക്ഷേ കണ്ടന്റ് ടു ബി സെയിം, എല്ലാം ഒരുപോലെ തന്നെ. 80s 90s 2000 എല്ലാ കണ്ടന്റും ഒന്ന് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഈ അമ്മായിയമ്മ ക്രൂരായ അമ്മായിയമ്മ, അല്ലെങ്കിൽ മരുമകൾ ക്രൂക്കട്ടാണ്, അല്ലെങ്കിൽ മരുമകൾ ഭീകരമാണ്, ഇത് ഈ സാധനം കണ്ടിന്യൂ ചെയ്യും. അച്ഛനെ കാണാത്ത അറിയാത്ത കുട്ടി ഈ സാധനം കണ്ടിന്യൂ ആണ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഇതെന്താ മാറ്റി പിടിക്കാത്തതെന്ന് ആലോചിക്കുമ്പോൾ പോലും. പക്ഷെ മാറ്റി പിടിക്കുന്ന ഒരുപാട് സീരിയൽസ് വരുന്നുണ്ട്, പക്ഷെ അതിന് മാർക്കറ്റില്ല, പബ്ലിസിറ്റി ഇല്ല, അതിന് റീച്ചും ഇല്ല. പകുതി വഴി നിന്നു പോകുന്നുണ്ട്. കാരണം കാശ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ ആദ്യത്തെ 50 എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ചിലപ്പോൾ 300ാമത്തെ എപ്പിസോഡിലായിരിക്കും ചിലപ്പോൾ ബ്രേക്ക് ഈവൻ ആവുന്നത്. അത് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് 55ാമത്തെ എപ്പിസോഡിൽ സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്രൊഡ്യൂസർ ഭയങ്കര ഹ്യൂജ് ലോസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചു പോകും, മാർക്കറ്റുള്ള സാധനത്തിലേക്ക് പോട്ടെ. നമ്മൾ ഈ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് സാധനം ഇപ്പോഴും വാഷിംഗ് പൗഡർ നിർമ്മാണം എന്നുള്ള പാറ്റേണിൽ ഇപ്പോഴും പബ്ലിസിറ്റിയിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് പബ്ലിസിറ്റി ഡിസൈനിങ്ങിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നവരുണ്ട്, പക്ഷെ വരുത്താത്തവരുണ്ട്. ആ കൺവെൻഷണൽ സാധനം പിടിച്ച് തന്നെ എപ്പോഴും പോകുന്നുണ്ട് പരസ്യം. ഇപ്പോഴും നമ്മുടെ നോർമലുള്ള നാട്ടിൻപുറത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ പരസ്യം ഇപ്പോഴും പോകുന്നത് പഴയ പാറ്റേണിൽ തന്നെയാണ്. എന്നാൽ അതേ പാറ്റേൺ പിടിച്ചിട്ട് തന്നെ കുറച്ച് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വന്നിട്ട് തന്നെയാണ് പുതിയ പരസ്യവും വരുന്നത്. കണ്ടന്റ് ആർ സെയിം. അപ്പോൾ നമ്മളതിൽ സീരിയൽസിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ അവിടെയാണ് ഞാൻ MBA എന്നുള്ള സാധനത്തിൽ എനിക്ക് അതിന് മറുപടി ഇല്ല. മോർ ക്രിയേറ്റീവ് ആകുമ്പോഴേക്കും ഞാൻ എന്നിലെ MBA കാരൻ അതിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും പിന്നെ സുരേഷ് പ്രേം പറഞ്ഞതുപോലെ തന്നെ ടെലിവിഷൻ ചാനലുകളും ഇതേ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്ത് അതിനും ഒരു കോമ്പറ്റീഷൻ ശരിക്കും വൈകുന്നേരത്തെ സീരിയൽ 9 മണിയുടെ സീരിയലിനോടാണല്ലോ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്കും കൂടി നറേറ്റീവ് സ്റ്റൈൽ അവരും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഞായറാഴ്ച ദിവസം ഒരു സിനിമ ഉണ്ടായിരുന്നു, എല്ലാ ഞായറാഴ്ചകളിലും പ്രൈം ചാനലിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏത് ചാനലിലായിരുന്നു പ്രൈം ടൈമിൽ ഒരു സിനിമയുള്ളത്? അവരും ആ സമയം സീരിയലിന് വേണ്ടി വെക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? സീരിയലിന് ആവശ്യമുണ്ട്. ഒരേ പാറ്റേൺ ആണ്, ഒരേ കണ്ടന്റ് ആണ്, ഒരേ ആൾക്കാരാണ്, പക്ഷേ സെയിം ഓഡിയൻസ് ആർ സെയിം. അപ്പോൾ അവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടല്ലേ? അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരു തീരുമാനം എടുക്കണം, നമ്മൾ വിടുന്ന കണ്ടന്റ് നമുക്ക് ഇങ്ങനൊരു സാധനത്തിലേക്ക് പോകണം എന്ന് വിചാരിച്ച്. അത് പക്ഷേ സമയമെടുത്ത് ആ ലോസ് ഫേസ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ട് സമയമെടുത്ത് അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് അതൊരു ഹ്യൂജ് റിസ്ക് ആണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു ആക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് സാധ്യതകൾ കിട്ടുന്നു എന്ന് പറയാം. ഞാൻ പോയി ചാൻസ് വെച്ചിട്ടുള്ള ഡയറക്ടർമാരൊന്നും എന്നെ പരിഗണിച്ചിട്ടില്ല. പക്ഷെ എന്നെ പരിഗണിച്ചത് സീരിയൽ ഡയറക്ടേഴ്സ് പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയിൽ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, സീരിയൽ നടന്മാര് ഇപ്പം അനൂപ് മേനോൻ അല്ല, അങ്ങനെ അനൂപ് മേനോൻ അല്ലാതെ വേറെ ആരാ സീരിയൽ നടന്മാരെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ സീരിയൽ നടന്മാർ വേണ്ടെന്നൊക്കെ എന്നോട് തന്നെ പേഴ്സണലി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സീരിയൽ അഭിനയിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ഹിൻഡ്രൻസ് ആണോ? അത് ഈ ഓവർ എക്സ്പോഷർ എന്നുള്ള സാധനം അത് സിനിമയിലുണ്ട്, സീരിയലുണ്ട്. അപ്പോൾ ഒരാളുടെ എല്ലാ എക്സ്പ്രഷൻസും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ പുതിയതായിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സെലക്റ്റീവായിട്ട് തന്നെയാണ്, ഞാൻ വളരെ കുറച്ച് മാത്രമേ സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സ്പെരിമെൻ്റൽ ബേസിൽ മാത്രമാണ് ഞാൻ സീരിയൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സീരിയൽ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ എക്സ്പ്രഷൻസും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ഇല്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് കൊടുത്താലും നമ്മൾ സീരിയലിൽ കണ്ട സാധനമാണല്ലോ സിനിമയിലും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ടാവാം ചിലപ്പോൾ ഒരു സീരിയലിലെ ഓവർ എക്സ്പോഷർ ആയ ആർട്ടിസ്റ്റിനെ സിനിമയിലേക്ക് പരിഗണിക്കാത്തത്. പക്ഷേ അനന്ത സാധ്യതകൾ ഉണ്ടല്ലോ, അപ്പൊ ക്യാരക്ടേഴ്സിനനുസരിച്ചിട്ട് ഇവോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. അത് അവിടെ വേഴ്സറ്റാലിറ്റി എന്ന് പറഞ്ഞ സാധനം വേണം, ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം വേണം, ഒരാളുടെ ആക്ടിങ് കാലിബർ വേണം, ആക്ടിങ്ങിനോടുള്ള എന്തൂസിയാസം വേണം, പാഷൻ വേണം. ഇത്രയും സാധനം ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ കയറി പോരാൻ പറ്റും. അങ്ങനെ വരുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്.
ഇപ്പോൾ സീരിയലിൽ ഒരുപാട് എക്സ്പോഷർ ആയവർ പോലും സിനിമയിൽ ഒരുപാട് നന്നായി പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റും. മനോജ് കെ ജനൊക്കെ സീരിയലിൽ നിന്ന് വന്നതാണ്. ബിജു മേനൻ അതും ഒരു അപ്രോച്ച് സ്റ്റൈലും ഉണ്ട്. ഞാൻ വളരെ വിഷമത്തോടെ പറയട്ടെ, പല നടന്മാരും ടെക്സ്റ്റ് എടുക്കുക, ലിപ്പ് കൊടുക്കുക, ഡയലോഗ് ഡെലിവറി ചെയ്ത് പോവുക, അത് ഡബ് ചെയ്യാൻ പോലും താല്പര്യം കാണിക്കാത്ത സീരിയൽ ആക്ടേഴ്സാണ്. അത് ഡബ് ചെയ്ത് ഉണ്ടെന്ന് പോലും ആഗ്രഹം, ജസ്റ്റ് ഡയലോഗ് ഡെലിവറി ചെയ്യുക, അടുത്ത സ്പോട്ടിൽ പോവുക. ഈ സാധനം എയറിൽ വന്നാൽ കാണുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. ഇതിൻ്റെ ഒരു ഭയങ്കരമായൊരു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എൻജോയ് ചെയ്യാൻ വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. യു ഹാവ് റിട്ടൺ ലോട്ട്സ് ഓഫ് തിയേറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ പോസിബിലിറ്റി അപ്പോൾ ആലോചിച്ചിട്ടില്ല? ഞാൻ ഈ ജെറിയുടെ ആൺമക്കൾ ആക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ഫുൾ സ്ക്രിപ്റ്റ് ചെയ്ത് അത് ഡയറക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയതാണ്. അപ്പോഴാണ് എനിക്ക് ജെറിയുടെ ആൺമക്കൾ വന്നതും പെർഫോമൻസിലേക്ക് കയറിയതും. അപ്പം ഞാനത് ജസ്റ്റ് തൽക്കാലം ഒന്ന് സൈഡ് ലൈൻ ചെയ്തു. കാരണം ഞാനത് ചെയ്യുന്നുണ്ട്. ഞാനൊരു നല്ല ഒരു ഫുൾ ലെങ്ത് ഫിലിം ഫുൾ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിറക്ഷൻ ആൻഡ് റൈറ്റിംഗ് എന്നുള്ള സാധനം, റൈറ്റർ ഡയറക്ടർ എന്നുള്ള സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ചെയ്യണം, എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ വില്ലിങ്ങായ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ പടം ഒന്ന് റിലീസ് ചെയ്യട്ടെ, റിലീസ് ചെയ്തിട്ട് അതിലെ ക്യാരക്ടർ അർജുൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, എൻ്റെ പ്രൊഡ്യൂസർമാർക്ക് ആ അർജുൻ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഒരു സൊമാറ്റോ ഡെലിവറി ബോയും ഒരു കുഞ്ഞും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് സിനിമയുടെ കണ്ടന്റ് എന്നാണ്. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അപ്പം അവർ ആദ്യം പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ അർജുൻ അശോകനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ വേണം നമുക്ക് സിനിമ ചെയ്യാനെന്നുള്ള. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഓടുകയായിരുന്നു. ഓടുമ്പോഴാണ് ഞാൻ ജെറിയുടെ ആൺമക്കൾ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് എൻ്റെ ലൊക്കേഷനിൽ വന്നിട്ട് പ്രൊഡ്യൂസർമാർ കണ്ടതിന് ശേഷം പറയാം, നമുക്കിത് പടം ഹോൾഡ് ചെയ്യാം, ഈ പടത്തിൻ്റെ തലവരെന്ന് കണ്ടിട്ട് ആക്ടർ, ഡയറക്ടർ, ഹീറോ എന്നുള്ള നിലയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. എനിക്ക് തീരെ താല്പര്യമില്ല. ഡയറക്ടർ ആകുമ്പോൾ ഡയറക്ടർ ആയിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എല്ലാം ഈ പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തതല്ല, എല്ലാം സംഭവിക്കട്ടെ. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, ഇനി എന്താ പരിപാടി? ഇനി എൻ്റെ പടത്തിനെ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ പരിപാടികളൊക്കെ ആയിട്ട് പോകണം. എനിക്ക് ഇത് ഭയങ്കര സന്തോഷമുള്ള ഏർപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡയറക്ടറിൻ്റെ ഫുൾ സപ്പോർട്ട് തന്നിട്ട് ചെയ്തൊരു സിനിമയാണ്. അതിലെ പാട്ടുകൾ നല്ല പാട്ടാണ്. അത് എല്ലാവരും കണ്ടിരിക്കേണ്ട. സെപ്റ്റംബർ 19 റിലീസ്. സെപ്റ്റംബർ 19 ഓൾ ഓവർ കേരള GCCയിലും റിലീസാണ്. വിദേശത്തും വലിയൊരു കമ്പനി, മറ്റേ FM എന്ന് പറഞ്ഞിട്ട് കമ്പനിയാണ് നമ്മുടെ പടം വിദേശത്ത് റിലീസ് ചെയ്യുന്നത്. മലയാളത്തിൽ ശ്രീപ്രിയ കമ്പൈൻസ് എന്ന് പറഞ്ഞിട്ട് തുടരും, റോന്തൊക്കെ റിലീസിങ് കമ്പനിയാണ് ചെയ്യുന്നത്. അതൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ്. പക്ഷെ മീൻസ് ഒരു ജെറി എന്ന ക്യാരക്ടർ എല്ലാ പുരുഷന്മാരുടെ ഇടയിലുള്ളതാണ്. അതുകൊണ്ട് അത് കാണാൻ ശ്രമിക്കണമെന്ന് പറയാനുള്ളൂ. All the best, Suresh Prem. Thank you. ഞങ്ങൾ എല്ലാവരും കാണും. Thank you so much. Thank you. Okay, bye.